നീ ഡെയിലി വീഡിയോ ഇട്, നീ റീച്ചാവും തോലി. അതുകൊണ്ട് ഒരു വീഡിയോ കൂടെ ഇടാൻ തീരുമാനിച്ചു. ഫ്രണ്ട്സ്, വെൽക്കം മൈ ചാനൽ. മലയാളത്തിൻ്റെ പുതിയ അൺബോക്സിംഗ് ടൂർ. വളർന്നു വരുന്ന യൂട്യൂബർമാർക്ക് ഏറ്റവും വലിയ ഭീഷണിയാണ് അമ്മമാർ. കുളിക്കാതെയും നനയ്ക്കാതെയും എന്തിനും ഷഡ്ഡി ഇടാതെ പോലും പല യൂട്യൂബേഴ്സും ഇന്ന് നിലവിലുണ്ട്. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് അതുപോലും ഫ്രണ്ട്സ്, വെൽക്കം മൈ ചാനൽ. മലയാളത്തിൻ്റെ പുതിയ അൺബോക്സിംഗ് ടൂർ. ഷഡ്ഡി പോലും ഇടാതെ വീഡിയോ എടുത്തതിന്, കുളിക്കാതെ വീഡിയോ എടുത്തതിന്, ഫുഡ് കഴിക്കാതെ വീഡിയോ എടുത്തതിന് അടിയാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾ വീഡിയോ മാക്സിമം കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം. കാരണം ഇത്രയൊക്കെ അനുഭവിച്ചിട്ടാണ് ഗൈസ് ഒരു വീഡിയോ ഇടുന്നത്. അപ്പോൾ മാക്സിമം സപ്പോർട്ട് തരണം. ഷഡ്ഡി ഇട്ടിട്ടുണ്ട്. ഫിറോസൊക്കെ ബിരിയാണി വെച്ചുള്ളൂ, ഞങ്ങൾ കുഴിമന്തി വരെ വെച്ചിട്ടുണ്ട്. കുഴിമന്തി വരെ അതൊക്കെ ഒരു ഓർമ്മകൾ. എന്ത് ചെയ്യാനാ. പിന്നെ പല കാര്യങ്ങളും. 5 രൂപയുടെ മിക്സർ, നെയ്വട, ഉപ്പിലിട്ട നെല്ലിക്ക, കുർക്കുറെ, ലൈസ്, പച്ച മസ്റ്റ്. വായനോട്ടം ഒരു ശീലമില്ലാത്ത, കണ്ട പെണ്ണുങ്ങളെ സൈറ്റടിക്കാത്ത, സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന പ്രിയരെ വേണം. എൻ്റെ കാര്യം ഓക്കെ, ബാക്കിയുള്ളവന്മാർ എന്നെ പോലെയാണോ? ആണോ? അതാണ്. ഞാൻ വായി നോക്കാറില്ല, സൈറ്റ് അടിക്കാറില്ല, സ്നേഹിക്കാൻ മാത്രം അറിയുന്ന ഒരു ആളാണ് ഞാൻ. താല്പര്യം ഉണ്ടെങ്കിൽ താല്പര്യം മതി. ശരി ഗൈസ്, അടുത്ത വീഡിയോ. അതൊരു ഭയമായ സത്യമാണ് ഗൈസ്. വെറുതെ നമ്മൾ കൂട്ടുകാരിയുടെ കൂടെ ഇങ്ങനെ ഇരിക്കുകയായിരിക്കും. നമ്മൾ അറിയാണ്ട് വരെ നമ്മുടെ വല്ല കാര്യങ്ങളും പറഞ്ഞാൽ ചിലപ്പോൾ പുള്ളിക്കാരിക്ക് തമാശയായിട്ട് തോന്നും. കളിക്കും. നമ്മളെന്ത് ചെയ്യും? ഞാനൊക്കെ എണീറ്റ് ഓടിയിട്ട് വരണ്ട്, അറിയോ? അതാണ്. അണ്ടി, അയ്യോ, നമുക്ക് ഗവൺമെൻറ് ജോബ് പോയിട്ട് ജോബ് പോലും ലേതണ്ടി. അതങ്ങനെയാണ് കേസ്. ഇന്നത്തെ കാലത്ത് ഗവൺമെൻറ് ജോലിയാണോ പെണ്ണ് കിട്ടും. അങ്ങനെ പെണ്ണിൻ്റെ ആവശ്യമില്ല. സിഗ്ബെല്ലടാ. സിഗ്ബക്കെതിരെ പെണ്ണ്. സിഗ്ബക്കെതിരെ പെണ്ണിൻ്റെ ആവശ്യമില്ലല്ലോ. നമുക്ക് പെണ്ണില്ലാടാ. മക്കളെ, അടുത്ത വീഡിയോ. നമ്മുടെയൊക്കെ അവസ്ഥ അങ്ങനെയാണ്. അതുകൊണ്ട് ഞാൻ കല്യാണം വേണ്ടെന്ന് വെച്ച് കേസ് വേണ്ടെന്ന് വെച്ച്. എൻ പ്രാണനിൽ ശ്വാസമൊന്ന്, ആശ്വാസത്തിൽ നീ മാത്രം. എൻ ഹൃദയത്തിൽ മിടിപ്പൊന്ന്, ആ മിടിപ്പിൽ നീ മാത്രം. നൊന്ത് നെയ്തെടുത്ത സ്വപ്നങ്ങൾ നീയല്ലേ, ഊതി കാച്ചിയ മാണിക്യം നീയല്ലേ. ഊതി കാച്ചിയ മാണിക്യം നീയല്ലേ എന്ന് ഈ പറഞ്ഞതിന് വേറൊരു അർത്ഥമില്ലേ? അല്ല, നമ്മളങ്ങനെ റെഡിയായിട്ട് ചിന്തിക്കാനൊന്നും പാടില്ല. നമ്മളെ ചാനലിൽ അത്തരത്തിലുള്ള വൃത്തിയായിട്ട കാര്യങ്ങൾ പറയുന്നില്ല.
എന്തോ പാടില്ല ചങ്ങായി. എന്തരാവട്ടെ. ഉഫ്, മൈൻഡ് കണ്ടും പോയി. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. എനിക്ക് പോടാ. ഓ, കണ്ണി കൂട്ടി പ്രാക്കാണെന്ന് തോന്നുന്നു. നമുക്ക് ഈ വീഡിയോയ്ക്ക് എന്തായാലും കോപ്പിറൈറ്റ് ക്ലെയിം കിട്ടും, സ്വാഭാവികം. കാരണം നമ്മൾ അങ്ങനെ നല്ല കാര്യങ്ങളാണല്ലോ ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് കോപ്പിറൈറ്റ് ക്ലെയിം കിട്ടും. സ്ട്രൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ വരെ ഓടിപ്പോകും. പിന്നെ മോണിറ്റൈസേഷൻ ആവില്ല. അതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ശരി, ബൈ.